അതാ വോട്ടെടുപ്പ് ആരംഭിക്കാൻ പോവുകയാണ്. കേവലം 1 മിനിറ്റ് മാത്രമാണ് ഇനി വോട്ടെടുപ്പ് ആരംഭിക്കാനായിട്ട് ശേഷിക്കുന്നത്. 35 ദിവസം നീണ്ട പ്രചാരണങ്ങൾ, ട്വിസ്റ്റോട് ട്വിസ്റ്റുകൾ, ഈ വിവാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ, ജനഹിതത്തിലേക്ക് പാലക്കാട് കടക്കുമ്പോൾ ഇല്ലേ നെഞ്ചിടിക്കുന്നുണ്ടാകും. തീർച്ചയായും 1,94,706 വോട്ടർമാരിൽ എത്ര പേർ അല്പസമയത്തിനകം പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്നതാണ് അറിയേണ്ടത്. 94,412 പുരുഷ വോട്ടർമാർ ഉണ്ട്. സ്ത്രീ വോട്ടർമാർ അപർണ സൂചിപ്പിച്ചതുപോലെ 1,290,290 ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട 4 പേർ കൂടിയുണ്ട്. എന്തായാലും 10 സ്ഥാനാർത്ഥികൾ, അതിൽ സരിന്റെ സ്ഥാനം 9ാമതാണ്. അതെ, അതിൽ 10ൽ 7 സ്വതന്ത്രന്മാർ, അതിൽ 2 അപരന്മാർ. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തന്നെ. യെസ്, ഇതാ വോട്ടെടുപ്പ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം 7 മണിയായിരിക്കുന്നു. 184 ബൂത്തുകളിൽ ആണ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നത്. 4 ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടെ ആകെ 184 പോളിംഗ് സ്റ്റേഷനുകൾ ആണ് ഉള്ളത്. ഈ 184 പോളിംഗ് സ്റ്റേഷനുകളിലെ വിവിധ ബൂത്തുകളിലായി ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിക്കുകയാണ്. പാലക്കാട് നഗരസഭ, ഒപ്പം കണ്ണാടി, പിരിയാരി പഞ്ചായത്തുകൾ, ഒപ്പം ആലത്തൂർ താലൂക്കിൽ വരുന്ന മാത്തൂർ പഞ്ചായത്ത്, അങ്ങനെ 3 പഞ്ചായത്തുകൾ, ഒരു പാലക്കാട് നഗരസഭ. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ആണ് പാലക്കാട്ടെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. ആ വിധി നിർണ്ണയമാണ് അപർണ ഇതാ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ആദ്യം തന്നെ വോട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സരിനും അദ്ദേഹത്തിന്റെ ഭാര്യയും. 184 പോളിംഗ് സ്റ്റേഷനുകളിലും എത്തിച്ചേരാനാകുമെന്ന പ്രതീക്ഷ പുലർത്തുകയും ചെയ്യുന്നുണ്ട്. പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. ഭാഗമായിട്ട് മണ്ഡലത്തിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണ നിരീക്ഷണത്തിൽ നടത്തുന്ന വെബ്കാസ്റ്റിംഗ് ആണ്. അത് ഈ സിവിൽ സ്റ്റേഷനിൽ, കോൺഫറൻസ് ഹാളിൽ, കൺട്രോൾ റൂമിൽ, ബൂത്തുകളിൽ നിന്നുള്ള എല്ലാ വെബ്കാസ്റ്റിംഗും നിരീക്ഷിക്കുകയും ചെയ്യും. ജില്ലാ കളക്ടറും ADM-ന്റെ ഒക്കെ നേതൃത്വത്തിൽ. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു സംഘർഷ സാധ്യതയ്ക്കുള്ള അത് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ രാവിലെ മോക്ക് പോളിംഗ് തുടങ്ങിയ ആ സമയം തൊട്ട് ഇന്ന് അവസാന ബൂത്തിലെ പ്രവർത്തനം തീരുന്നത് വരെ 184 ബൂത്തുകളിലും ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കും. ദൃശ്യങ്ങൾ നോക്കൂ. രാവിലെ 7 മണിക്ക് പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള ദൃശ്യമാണ്. വോട്ടർമാരുടെ വലിയ നിര. എനിക്ക് തോന്നുന്നു 6 മണിക്ക് തന്നെ ഇവർ പോളിംഗ് ബൂത്തിൽ എത്തി നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതാ ഫസ്റ്റ് വോട്ടർ, ആദ്യത്തെ വോട്ടർ തന്നെ വോട്ട് രേഖപ്പെടുത്തുകയാണ് ആ പോളിംഗ് ബൂത്തിൽ. നേരത്തെ ശ്രീജിത്ത് ഇതേ വോട്ടറുടെ പ്രതികരണമാണ് എന്ന് തോന്നുന്നു നമ്മൾ. അതേ വോട്ടർ തന്നെ ആദ്യമേ വന്ന് നിന്ന ആ ചേട്ടൻ, അദ്ദേഹത്തിന്റെ പേര് നമുക്കറിയില്ല, പക്ഷെ അദ്ദേഹം ഇതാ 1ാമതായ ബൂത്തിൽ വോട്ട് ചെയ്യുന്നു. പക്ഷെ നമ്മൾ പുറത്തു ദൃശ്യങ്ങൾ കണ്ടതാണ്. അവിടെ നിരവധി ആളുകൾ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് ഇപ്പോൾ അയ്യപ്പുരം ബൂത്ത് നമ്പർ 25 എന്നതാണ്. യെസ്, അയ്യപ്പുരത്തെ ബൂത്ത് നമ്പർ 25-ൽ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തുകയാണ്. മോക്ക് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം മോക്ക് പോളിംഗിൽ ഒരു പരാതിയും ആരും പറഞ്ഞിട്ടില്ല. വളരെ കൃത്യമായി സ്വതന്ത്രർക്ക് ഉൾപ്പെടെ വോട്ട് രേഖപ്പെടുത്തി നോക്കുന്നു. അതിനുശേഷം വിവിപാറ്റ് പരിശോധിക്കുന്നു. അത് ആ വോട്ട് രേഖപ്പെടുത്തിയ ആളിന്റെ പേര് തന്നെയല്ലേ വിവിപാറ്റ് വന്നത്. ആ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അതേ ഭാഗത്ത് തന്നെയല്ലേ സിഗ്നൽ തെളിഞ്ഞത്. ഇങ്ങനെ വളരെ കൃത്യമായി മോക്ക് പോളിംഗ് നടത്തി. മോക്ക് പോളിംഗിൽ പരാതികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അയ്യപുരത്ത് ബൂത്ത് നമ്പർ 25-ലെ ആദ്യ വോട്ടറുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എങ്കിൽ പുറത്ത് ഇതാ അപർണ സ്ത്രീകളും അതോടൊപ്പം യുവാക്കൾ മാത്രമല്ല പ്രായമായ ആളുകളുടെ ഒരു നിര. ഉച്ചയോടുകൂടി അല്ല, ഒരു 11 മണിയോടുകൂടി ട്രെൻഡ് ഏകദേശം അറിയാൻ പറ്റും. നേരത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ ചേലക്കരയിലും വയനാടും ഒന്നും ആ പ്രതീക്ഷിച്ച ട്രെൻഡ് അല്ല ഉണ്ടായത്. നേരത്തെ സരിൻ നേരത്തെ അവകാശപ്പെടുകയാണ് വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ അത് ഇടതു മുന്നണിക്ക് അനുകൂലമായിട്ടാണ്. അതായത് UDF കോൺഗ്രസ് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് വയനാട്ടിൽ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്നാണ് ഇടതു മുന്നണി പറഞ്ഞത്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? UDF-നൊപ്പം നിൽക്കുന്ന മണ്ഡലമാണെങ്കിൽ ഇത്തവണത്തെ പോളിംഗ് ശതമാനം കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ അതിന് ഉത്തരം പറയേണ്ട ബാധ്യത UDF-ന്. ഈ പ്രതീക്ഷ ഇടത് സ്ഥാനാർത്ഥിക്ക് ഈ തരത്തിലാണെങ്കിൽ ആ പ്രതീക്ഷ നേരത്തെ ശ്രീധരൻ